ഏഷ്യകപ്പ് ആരംഭിക്കാൻ ഇനി ഒരാഴ്ച പോലും ബാക്കിയില്ല. സർവ്വസന്നാഹങ്ങളുമായി ഇന്ത്യയും മറ്റ് ടീമുകളും ഉടൻ UAEയിലേക്ക് തിരിക്കും. ഇന്ത്യയുടെ പ്ലേയിങ് 11 സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സഞ്ജു സാംസൺ, ശുഭ്മാൻ ഗിൽ, ജിതേഷ് ശർമ്മ തുടങ്ങിയ താരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ സജീവമാകുന്നത്. ഇന്ത്യ ഓപ്പണിംഗിൽ നിന്ന് സഞ്ജു സാംസനെ മാറ്റി ശുഭ്മാൻ ഗില്ലിനെ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറാക്കുമോ? അങ്ങനെ വന്നാൽ മധ്യനിരയിൽ ജിതേഷ് ശർമ്മ എത്തുമോ? സഞ്ജുവിന് പ്ലേയിങ് 11 സ്ഥാനം ലഭിക്കില്ലേ തുടങ്ങിയ സംശയങ്ങളാണ് ആരാധകർക്കുള്ളത്. ഇക്കാര്യത്തിൽ മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരുമെല്ലാം അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താനാണ്. സഞ്ജുവിന്റെ സമീപകാല പ്രകടനങ്ങൾ മികച്ചതാണെങ്കിലും ഓപ്പണിംഗിൽ ഇപ്പോഴും മലയാളി താരത്തിന് സീറ്റ് ഉറപ്പില്ല എന്ന അഭിപ്രായമാണ് ഇർഫാൻ പത്താൻ പ്രകടിപ്പിക്കുന്നത്. ഏഷ്യകപ്പിൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന അഭിപ്രായമാണ് പത്താനുള്ളത്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. സഞ്ജു കളിക്കാൻ സാധ്യത കുറവാണെന്ന് പറയുന്നതിൻ്റെ കാരണവും ഇർഫാൻ പത്താൻ വിശദീകരിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ വളരെ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ്. എന്നാൽ സ്ഥിരതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവനെതിരെ ചോദ്യമുയരും. അത് അവൻ സെഞ്ചുറി നേടിയാലും ഡെക്കിന് പുറത്തായാലും അങ്ങനെയാണ്. അഭിഷേക് ശർമ്മയ്ക്ക് സ്ഥാനം ഉറപ്പാണെന്നും പത്താൻ പറഞ്ഞു. പന്തെറിയാനും കഴിവുള്ള താരമായതിനാൽ അഭിഷേകിന് മുൻതൂക്കമുണ്ട്. സ്ട്രൈക്ക് റേറ്റും വളരെ മികച്ചതാണ്. ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണറാക്കിയാൽ ജിതേഷിനെ ഫിനിഷറായും വിക്കറ്റ് കീപ്പറായും കളിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അങ്ങനെ ഒരു നീക്കം ഇന്ത്യ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഇർഫാൻ പത്താൻ കൂട്ടിച്ചേർത്തു. ഓപ്പണറാകാൻ സാധ്യതയുള്ള വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ അന്താരാഷ്ട്ര T20യിലെ കണക്കുകൾ അത്ര മികച്ചതാണെന്ന് പറയാനാകില്ല. എന്നാൽ IPLൽ ഗംഭീര പ്രകടനമാണ് അവസാന സീസണിൽ ഗില്ല് നടത്തിയത്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവില്ലെങ്കിലും ആങ്കർ റോളിൽ ടീം സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അവസാന സമയം വരെ ക്രീസിൽ നിൽക്കാനും കഴിവുള്ള താരമാണ് ഗില്ല്. ഇന്ത്യ ഒരു ഇടവേളയ്ക്ക് ശേഷം ശുഭ്മാനെ T20 ടീമിലേക്ക് വിളിച്ചതിനും വളർത്താൻ ശ്രമിക്കുന്നതിനും മറ്റൊരു കാരണമുണ്ടെന്നാണ് ഇർഫാൻ പത്താൻ പറയുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മികച്ചൊരു നായകനെ തിരയുകയാണ്. MS ധോണി നായകനായി വന്ന് അതിവേഗം T20 ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തു. ധോണിക്ക് ശേഷം വിരാട് കോഹ്ലിയാണ് എത്തിയത്. പിന്നാലെ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കെത്തി. വളരെ മനോഹരമായ ടീമിനെ രോഹിത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഇന്ത്യ മികച്ചൊരു നായകനെ എല്ലാ ഫോർമാറ്റിലേക്കുമായി തിരയുകയാണ്. ശുഭ്മാനെ ഏഷ്യകപ്പ് പ്ലേയിങ് 11ലേക്ക് എത്തിച്ചാൽ സഞ്ജുവിനെ പുറത്തിരിക്കേണ്ടതായി വരും. എന്നാൽ സഞ്ജുവിനെ കളിപ്പിക്കാതിരിക്കുക എന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഇർഫാൻ പറഞ്ഞു. സഞ്ജുവിനെ മധ്യനിരയിൽ കളിപ്പിക്കാമെന്ന അഭിപ്രായവും ഇർഫാൻ പത്താൻ പ്രകടിപ്പിക്കുന്നുണ്ട്. 5ാം നമ്പറിൽ സഞ്ജുവിനെ കളിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ ജിതേഷിന് സ്ഥാനം ലഭിക്കില്ല. അവന് മധ്യനിരയിൽ നന്നായി ബാറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗില്ല് ഓപ്പണർ റോളിലും തിലക് 3ാം നമ്പറിലും കളിച്ചാൽ സഞ്ജുവിന് ഇടം ലഭിക്കുക വളരെ പ്രയാസമാണെന്നും ഇർഫാൻ പത്താൻ കൂട്ടിച്ചേർത്തു. കേരള ക്രിക്കറ്റ് ലീഗിൽ അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചാണ് സഞ്ജു സാംസൺ ഏഷ്യകപ്പിലെത്തുന്നത്. അവസാന 4 മത്സരങ്ങളിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളുമാണ് സഞ്ജു നേടിയെടുത്തത്. ഏഷ്യകപ്പിൽ കിരീട പ്രതീക്ഷകളുമായാണ് ഇന്ത്യ കളിക്കാനിറങ്ങുന്നത്. ഇന്ത്യ തന്നെയാണ് നിലവിലെ ഏഷ്യകപ്പ് ജേതാക്കൾ. സൂര്യകുമാർ യാദവിനെ നായകനാക്കി ശക്തമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ കളത്തിലിറക്കുന്നത്. T20 ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യകപ്പിലെ ഫേവറേറ്റുകൾ നിലവിലെ T20 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യയാണെന്ന് കണക്കുകൾ നോക്കി നിസ്സംശയം പറയാനാകും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.